ജെബീം, കേരളത്തിലെ പ്രശസ്തനായ ഒരു പട്ടികജാതി നേതാവും എൻ്റെ സുഹൃത്തും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇടതുപക്ഷ സർക്കാർ ഒരു പുതിയ സർക്കുലർ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എംപ്ലോയ്മെൻ്റ് വഴിയുള്ള നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല. അതിനു പകരം കുടുംബശ്രീയിൽ നിന്നും അതുപോലെ തന്നെ കെക്സോൺ അർദ്ധ സർക്കാർ സ്ഥാപനമാണ്, വിമുക്ത ഭടന്മാരിൽ നിന്നുമൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്നതിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ തസ്തികകളിലേക്കുള്ള ഇതുവരെയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിലും പട്ടികജാതി ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളുമാണ് ഇത് ചെയ്തിരുന്നത്. ഗവൺമെൻറ്, പിണറായി സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതോടുകൂടി പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ ആളുകൾക്ക് താഴ്ന്ന തസ്തികകളിലുള്ള ജോലി കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഭരണഘടനാപരമായി അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് അവർക്ക് താൽക്കാലികമെങ്കിലും സർക്കാരിൻ്റെ പണം ലഭിക്കത്തക്ക നിലയിൽ ജോലി ചെയ്യാനുള്ള അവസരം എന്ന നിലയിലാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റിനെ ഇതുവരെ കണ്ടിരുന്നത്. കേരള സർക്കാർ അത് നിർത്തലാക്കിയിട്ടുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ഒരു മന്ത്രിസഭാ തീരുമാനമായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. മന്ത്രിസഭാ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുൻപ് കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, അണ്ടർ സെക്രട്ടറിമാർ ഇവരൊക്കെ എടുക്കുന്ന ഒരു തീരുമാനം, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, ഹിന്ദുക്കളായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ചീഫ് സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരും അഡീഷണൽ സെക്രട്ടറിമാരും ഒക്കെ ഒരു സമുദായത്തിൻ്റെ ആളുകളാണ്. അതായത് നായർ, സവർണ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിൽ ഭൂരിപക്ഷവും. 99% അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെടുക്കുന്ന ഒരു തീരുമാനം കേരള സർക്കാരിനെ കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ നഷ്ടം അനുഭവിക്കുന്നത് കേരളത്തിലെ ഈ പിന്നോക്ക വിഭാഗത്തിലും പട്ടികജാതി സമൂഹത്തിലും പെട്ട ആളുകളാണ്. ഇതങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ കേരളത്തിലൊരു പട്ടികജാതി സമുദായ നേതാവ് തന്നെ ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ പട്ടികജാതി സംഘടനാ നേതാക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇനിയെങ്കിലും ഈ ചതി, സ്വന്തം സമൂഹത്തെ, സമുദായത്തെ ചതിക്കുന്ന പണി നിർത്തണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റു ഇതുകൊണ്ടെന്ന് പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. കാരണം പല ഘട്ടങ്ങളിലും നിങ്ങളൊക്കെ ഈ കേരളത്തിലെ CPM, CPI, കോൺഗ്രസ്, BJP, കേരള കോൺഗ്രസ്, ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നിങ്ങൾ നിശിതമായി വിമർശിക്കുകയും അവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പട്ടികജാതി സംഘടനാ നേതാക്കൾ നിങ്ങളുടെ സമ്മേളനം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സ്പെഷ്യൽ കൺവെൻഷനുകളിൽ ഇതേ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വിളിച്ചിരുത്തി നിങ്ങൾ ആദരിക്കും. ഞാൻ ഇതിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ, KPMS പോലൊരു സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഞാൻ ഇതിനകത്ത് ഉൾപ്പെട്ട് പ്രവർത്തിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുടെ, അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ പണം വാങ്ങിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന പണി നമ്മൾ അവസാനിപ്പിക്കണം. നമ്മൾ രാഷ്ട്രീയ സമൂഹമാണ്. നമ്മളുടെ പ്രശ്നം രാഷ്ട്രീയപരമായി മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിലെ നിയമനങ്ങൾ നിർത്തലാക്കി കെക്സോണിനെയും കുടുംബശ്രീയെയും ഏൽപ്പിക്കാൻ ഇവിടെ ഒരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ ആ സർക്കാർ അവസാനം ഒപ്പിട്ട് കൊടുക്കുന്ന അതോറിറ്റിയായി മാറിയിരിക്കുകയാണ്. തീരുമാനമെടുക്കുന്നത് അണ്ടർ സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച്. ഇവരിങ്ങനെ തീരുമാനമെടുക്കാൻ എന്താണ് കാര്യം? ഈ ചീഫ് സെക്രട്ടറിമാരെയൊക്കെ നിയമിക്കുന്ന ആരാണ്? സർക്കാർ. നിങ്ങൾ പരിശോധിക്ക്, കഴിഞ്ഞ 67 വർഷം കേരളമുണ്ടായതിനു ശേഷം കേരളത്തിൽ പട്ടികജാതി സമൂഹത്തിൽ നിന്നും ആദിവാസിയിൽ നിന്നും ഒരു ചീഫ് സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? കാരണം അധികാരമുള്ളവരല്ല കേരളത്തിലെ പട്ടികജാതി സമൂഹം എന്ന് പറയുന്നത്. സമരം ചെയ്യുന്ന ഇരുകാലികൾ മാത്രമാണ്, അധികാര സമൂഹമല്ല.
എങ്ങനെ അധികാര സമൂഹമാകാതെ എങ്ങനെ നമുക്കൊരു ചീഫ് സെക്രട്ടറി നിയമിക്കാൻ പറ്റും? PSC വഴി പരീക്ഷ എഴുതി കയറി വരുന്നതോ UPSC വഴി പരീക്ഷ എഴുതി കയറി വരുന്ന അങ്ങനെ റാങ്ക് ലിസ്റ്റ് നോക്കിയല്ലല്ലോ ചീഫ് സെക്രട്ടറിയുടെ നിയമിക്കുന്നത്. അപ്പോൾ അധികാരമില്ലാത്ത സമൂഹമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിലെ പട്ടികജാതി ബഹുമാന്യരായ പട്ടികജാതി നേതാക്കൾ ദയവായി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം. രാഷ്ട്രീയപരമായി ബോധവൽക്കരിക്കാനും രാഷ്ട്രീയപരമായി അവരെ സംഘടിപ്പിക്കാനും തയ്യാറാകണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ തൂപ്പും തളപ്പുമുള്ള ജോലികളാണ് അതുപോലും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ കുടുംബശ്രീയുടെയും കെക്സോണിൻ്റെയൊക്കെ തലപ്പതിരിക്കുന്ന ആരാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനിയും സവർണ ക്രിസ്ത്യാനികളും നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ്. അവർ തീരുമാനിക്കും ആർക്ക് ജോലി കൊടുക്കണമെന്ന്. എംപ്ലോയ്മെൻറ്റിൽ റിസർവേഷൻ സിസ്റ്റം ഇതോടുകൂടി പോയിരിക്കുകയാണ്. എംപ്ലോയ്മെൻറ്റിലെ സംവരണ സിസ്റ്റം ഇതോട് ഇല്ലാതാകുകയാണ്. ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമരം നടത്തിയ ആളുകൾ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സമുദായ സംഘടനാ നേതാക്കൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രതികരണത്തിന് വിലയുമില്ല. അതാണ് യാഥാർത്ഥ്യം. നിങ്ങളിനി പ്രതികരിച്ചാൽ അതിന് വിലയുമില്ല. കാരണം അധികാര സമൂഹമല്ല. അധികാര സമൂഹമില്ലാത്ത നിങ്ങൾ എന്ത് പറയാനാണ്? സമരം നടത്തി തിരിച്ചു പോരാനോ? എത്രയോ സമരങ്ങൾ നടത്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ട പട്ടികജാതി സമുദായ നേതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സമരക്കാരെന്ന് പറയുന്നത് ഇവിടെ CPMകാരാണ്. നിങ്ങൾ CPMൻ്റെ ചരിത്രം 64-ലുണ്ടായ ഈ പാർട്ടി ഇന്നേ വരെ നടത്തിയ ഒരു സമരം കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? CPM കേരളത്തിൽ നടത്തിയ ഒരു സമരം ഇന്നേ വരെ വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടില്ല. കേരളത്തിൽ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സമരം നടത്തിയിട്ട് വിജയിക്കുന്നില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പട്ടികജാതി സമൂഹം സമരം നടത്തിയാൽ വിജയിക്കുമോ? അവർ തീരുമാനിക്കും നിങ്ങളുടെ സമരമുദ്രാവാക്യം അംഗീകരിക്കണോ, നിങ്ങളുടെ സമരമുദ്രാവാക്യത്തെ ചവിട്ടുകൊട്ടയിൽ തള്ളണമെന്ന് അവർ തീരുമാനിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തെ രാഷ്ട്രീയപരമായി ബോധവൽക്കരിക്കുന്നതിന് പകരം എന്നും കുന്നും സമരാഭാസത്തിന് വിധേയമാക്കുന്ന രീതി അത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇപ്പോൾ ഏറ്റവും അവസാനം ഈ പണി തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ ഘടനയിൽ നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഈ പട്ടികജാതി നേതാക്കന്മാർ സ്ഥിരമായി കുറ്റം പറയുന്നൊരു സംഘപരിവാറിനെ കുറ്റം പറയുക. നിങ്ങൾ എന്തിനാണ് സംഘപരിവാറിനെ കുറ്റം പറയുന്നത്? സംഘപരിവാറിൻ്റെ പോഷക ഘടകങ്ങളാണ് ഈ പറയുന്ന BJPയും CPMും കോൺഗ്രസും CPIയും എല്ലാം സംഘപരിവാറിൻ്റെ പോഷക ഘടകങ്ങളാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ? അതേ സംഘപരിവാറിൻ്റെ പ്രത്യേകത എന്താണ്? ഹിന്ദുത്വം, രാഷ്ട്രീയ ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുക നമ്മളെ, അതിനെ സാമൂഹ്യപരമായി നമ്മളെ വേർതിരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ ഹിന്ദുത്വം കൊണ്ടുവന്ന് സാമൂഹ്യപരമായി നമ്മളെ വേർതിരിക്കുക എന്നുള്ളതാണ്. അതായത് ജാതി വ്യവസ്ഥിതിയെ നിലനിർത്തുക എന്നുള്ളതാണ്. നിലനിർത്തി മേൽജാതികളെ കൊണ്ട് നമ്മളെ ഭരിപ്പിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ അജണ്ട. അപ്പോൾ നമ്മൾ ജാതീയപരമായി വേർതിരിഞ്ഞ് നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ എന്തു പറ്റും? അവരുടെ ജോലി എളുപ്പമാകും, സംഘപരിവാറിൻ്റെ ജോലി എളുപ്പമാകും. അതാണ് സംഭവിക്കുന്നത്. നമ്മളിനി എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്? നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഈ സമൂഹത്തെ നമ്മൾ പറയുന്ന ഒരു ക്ലാസ് കൊടുത്താലൊന്നും മാറുന്നതല്ല. ഒരു ക്ലാസ് കൊടുത്താൽ മാറുന്ന കാര്യമല്ല ഇത് നമ്മൾ ഇടപെടലിലൂടെ മാറ്റാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയപരമായ ഇടപെടലിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ തരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിലൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. അവരുടെ പിന്നിലൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. മുന്നിലുമല്ല, പിന്നിലൂടെ നടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും സംഘപരിവാറിന് അനുകൂലമായ പണിയാണ്. നമ്മൾ ജാതി സംഘാടനത്തിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സംഘപരിവാറിനെ വിജയിപ്പിക്കുന്ന പണിയാണ്. സംഘപരിവാർ വിരുദ്ധരാന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ പോലും എന്താണ് ചെയ്യുന്നത്? സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ പാർട്ടിയിൽ കോൺഗ്രസ് പണ്ട് ദളിത് കോൺഗ്രസ് ഉണ്ടാക്കി, BJP പട്ടികജാതി മോർച്ച ഉണ്ടാക്കി, അവസാനം CPMും CPIയും എന്ത് ചെയ്ത് PKSും AIDRM ഒക്കെ ഉണ്ടാക്കി, പട്ടികജാതിക്കാർക്ക് പ്രത്യേകം തൊഴുത്ത്. അവർ സംഘപരിവാറിനെ സഹായിക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരുത്തലായി. എൻ്റെ ഒരു ആത്മാർത്ഥമായൊരു ചോദ്യം, ഇപ്പം ഞാൻ BSPക്കാരനായതുകൊണ്ട് ആ BSPയിലേക്ക് എല്ലാവരും ചേരണമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എൻ്റെ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൂടാ? കേരളത്തിൽ ദളിതർ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ? പ്രഖ്യാപിക്കില്ല. കേരളത്തിലെ പട്ടികജാതി നേതാക്കൾ പ്രഖ്യാപിക്കില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം എന്താണ്? കാരണം നേതാക്കളിലേക്ക് പണം വരുന്ന വഴിയാണ് ഈ
രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള കൈകോർക്കൽ. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന, ഇപ്പോൾ നമ്മൾ ഒരു അധികാര കേന്ദ്രം ആവശ്യപ്പെടുന്നതിന് പകരം അവർ ചില സമ്മാനങ്ങൾ തന്നെ നമ്മളെ ഒതുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ചില അയ്യൻകാളിക്ക് വേണ്ടി ചില മണ്ഡപങ്ങൾ പണിയുമ്പോൾ, അല്ലെങ്കിൽ ചില ഓഫീസ് കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ, ഞാനടക്കമുള്ള ആളുകൾ അന്ന് അതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിലേക്ക് പോയിട്ടുണ്ട് കൈനീട്ടി. അവർ തന്നിട്ടുമുണ്ട് പണം, അവർ തന്നിട്ടുമുണ്ട്. അപ്പോൾ അന്ന് യൂണിയൻ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് അന്ന് അത്രയും ആയിരക്കണക്കിന് പണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്ക് എത്ര ലക്ഷം, എത്ര കോടി രൂപ കിട്ടിക്കാണും? ഞാനതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇനി എന്നോട് പിണങ്ങിയാലും, ഇനി തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഇനി എന്നോട് പിണങ്ങിയാലും ശരി, ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് 25,000 രൂപ നമ്മുടെ അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിനോ, അല്ലെങ്കിൽ അയ്യൻകാളിയുടെ പേരിലുണ്ടാകുന്ന KPMSൻ്റെയോ അല്ലെങ്കിൽ AKCHMSൻ്റെയോ അല്ലെങ്കിൽ സാംബ മഹാസഭയുടെ ഒരു ഓഫീസിന് അവർ 50,000 രൂപ അവർ തരുന്നെങ്കിൽ, സംഭാവന, ഒരു MLA ഒരു MP യോ 50,000 രൂപ സംഭാവന തരുന്നെങ്കിൽ, ഒരിക്കലും അവരുടെ ശമ്പളത്തിൽ നിന്നല്ല, അവരുടെ ശമ്പളത്തിൽ നിന്ന് അവരെ തരില്ല. അവരുടെ രാഷ്ട്രീയ പാർട്ടി കണക്കില്ലാതെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടി നിയന്ത്രിക്കുന്ന മുതലാളിമാരിൽ നിന്നുമാണ് ആ പണം നമുക്ക് തരുന്നത്. ആ പണം മുതലാളിമാർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ആ പണം എങ്ങനെ തിരിച്ചു കൊടുക്കും? നമ്മുടെ പേരിൽ വരുന്ന പദ്ധതികൾ കോൺട്രാക്റ്റുകളാക്കി അവർക്ക് കൊടുക്കുമ്പോൾ 50,000 രൂപയ്ക്ക് പകരം 5 ലക്ഷവും 50 ലക്ഷം രൂപയും ഈ മുതലാളിമാരുടെ കൈകളിലേക്ക് ചെല്ലാനുള്ള പണിയാണ് ഇവിടെ ഈ MLA മാരും MP മാരും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും 5,000 രൂപയും 50,000 രൂപ സംഭാവന തരുമ്പോൾ നിങ്ങളോട് അതിൻ്റെ സ്നേഹമുള്ളതുകൊണ്ട് അല്ല. നിങ്ങളെ കച്ചവടം ചെയ്യാനുള്ള പ്രാഥമികമായ പൈസ മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സമുദായ നേതാക്കൾ, ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ട നേതാവിനോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഫേസ്ബുക്കിൽ പോസ്റ്റ്, ഇത്തരം പോസ്റ്റുകളിട്ട് വെറുതെ ഇങ്ങനെ നാണം കെടരുത്. സ്വന്തം സമൂഹത്തിലെ അണികളെ, സമുദായത്തിലെ അണികളെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയപരമായി ചിന്തിക്കാനും ഇടപെടാനും തയ്യാറാകുന്ന സമൂഹമായി അവരെ ഉയർത്തണം. അതല്ലാതെ ഇവരെ എന്നും കുന്നും തെരുവിലിറക്കിവിട്ട് സമരക്കാരായിട്ട്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, CPM നിങ്ങൾ പരിശോധിച്ചു, 1964 CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നടത്തിയ ഒരു സമരവും വിജയിച്ചിട്ടില്ല. ഒറ്റ സമരങ്ങളും വിജയിച്ചിട്ടില്ല. അത്രയും രാഷ്ട്രീയ സംഘശക്തിയുള്ള അവർ നടത്തിയിട്ട് വിജയിക്കാത്ത സമരത്തിൻ്റെ പുറകെ നിങ്ങൾ എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായി ചിന്തിച്ച് കേരളത്തിൻ്റെ അധികാരം പിടിക്കാൻ ഒരു MLA എങ്കിലും സൃഷ്ടിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കരുതോ? കേരളത്തിൽ 72 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന SC ST വിചാരിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ കഴിയും? അത്ര സംഘാടന മികവ് ഈ സംഘടനയ്ക്കുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ കേരളത്തിലെ സമുദായ നേതാക്കന്മാർ തയ്യാറല്ല. കച്ചവടക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഏത് തരത്തിൽ ആക്രമിക്കപ്പെട്ടാലും ഈ നിലപാടിൽ നിന്നും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിന് വ്യക്തമായ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പല ആളുകളുടെ പേരും ഒരുപക്ഷെ ഇനി തീർത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം പോസ്റ്റുകളിട്ട് ഇങ്ങനെ മാറാതെ സമുദായത്തെ രാഷ്ട്രീയവൽക്കരിക്കണം. സമുദായത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അവരെ തെരുവിൽ കച്ചവടത്തിന് വിടാതെ, അവരെ തെരുവിൽ കൊടിതോരണങ്ങൾ കെട്ടാൻ വേണ്ടി വിടാതെ രാഷ്ട്രീയപരമായി ഇടപെടാൻ പറ്റുന്ന ഒരു സമൂഹമായി അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ജയ് ഭീം.